പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി ഫുഡ് കഴിക്കാനിരിക്കുന്ന വിക്രത്തെ മാഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്. കമല വിക്രത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ തെറ്റുകളെ ന്യായീകരിച്ചും തർക്കിച്ചും കമലയാണ് ഈ നിലയിലാക്കിയതെന്ന് മാഷ് അവരെ വഴക്കു പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴേക്കും ഇപ്പോഴുള്ള പ്രോബ്ലം എല്ലാം ഉണ്ടാക്കിയത് താൻ തന്നെയാണെന്നും താൻ തന്നെ അതിന് പരിഹാരം കണ്ടെത്തിയാ പോരെന്നും വിക്രം ചോദിക്കുന്നുണ്ട്. എന്തു പരിഹാരമാണ് നീ കാണാൻ പോകുന്നത്? 1-2 ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. എന്റെ മുന്നിൽ വെച്ച് തന്നെ അവരിത് ഇടിച്ചു പൊളിക്കും. ആ ചെറുക്കനെ നീ തല്ലി ചതച്ചോണ്ട് മാത്രമാണ് ഈ കുടുംബത്തിലെ എല്ലാവരും ഈ ഗതികേട് അനുഭവിക്കുന്നത് എന്ന് മാഷവനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും അവൻ ചെയ്തതിനെ അവനെ തല്ലുവല്ല കൊല്ലുവാ വേണ്ടിയിരുന്നത് എന്ന് വിക്രവും പറയുന്നുണ്ട്. മരണത്തിലൂടെ നീതി നടപ്പാക്കാൻ നീ ആരാ? യമധർമ്മനോ? മറ്റുള്ളവരുടെ ദേഹത്തു നിന്നും നീ ചിന്തുന്ന ഓരോ തുള്ളി ചോരയ്ക്കും ഈ വയസ്സുകാലത്ത് ഞങ്ങളും നിന്റെ ഭാര്യയും കണക്ക് പറയണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഞങ്ങളെ അങ്ങ് തീർക്ക്, പിന്നെ ഈ നരകം അനുഭവിക്കേണ്ടല്ലോ. മാഷ് പറയുമ്പോഴേക്കും കമലയും ടെൻഷനോടെ മാഷയെന്ന് വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ വീട് രക്ഷിക്കാൻ ഞാൻ പോയി വാസവന്റെ കാലിൽ വീഴണോ എന്ന് മാഷ് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞ പണം ഇപ്പോഴും തരാൻ ഞാൻ തയ്യാറാണെന്ന് വിനായകനും പറയുന്നുണ്ട്. ബാക്കി പിന്നെ അച്ഛൻ എവിടുന്നേലും കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ? നിന്റെ ഔദാര്യം ഞാൻ സ്വീകരിച്ചേനെ വിനായക. പലിശയ്ക്ക് വാങ്ങിയിട്ടാണെങ്കിലും ബാക്കി കൂടെ കൊണ്ടടച്ചേനെ. പക്ഷേ ജപ്തിയാവുന്നതുവരെ അതറിയാതെ പോയി. യഥാക്രമത്തിൽ നോട്ടീസ് തന്ന് ബോധിപ്പിച്ച് തിരിച്ചടയ്ക്കാനുള്ള സമയം മാത്രം തന്ന് നടപ്പാക്കേണ്ട ഈ നടപടി ഈ രീതിയിലായത് നീ ഒരാൾ കാരണമാ എന്ന് മാഷ് വിക്രത്തെ നോക്കി പറയുന്നുണ്ട്. ആ വാസവന്റെ മകനെ തല്ലി കൊല്ലാറാക്കിയതിലുള്ള പ്രതികാരം ഒന്നുകൊണ്ട് മാത്രമാ എന്ന് മാഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ആ കണക്ക് ഞാൻ അങ്ങ് തീർത്താ പോരെ. കളരിക്കൽ സുധാകരൻ മാഷിന്റെ അഭിമാനം തെമ്മാടിയായ ഒരുവന്റെ കാലിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് വിക്രം പറയുമ്പോഴേക്കും വെറുതെ വെല്ലുവിളിച്ചത് കൊണ്ടായില്ല. വേണ്ട സമയത്ത് പ്രവർത്തിച്ചത് കാണിക്കണമായിരുന്നു. അന്ന് അത് ചെയ്യാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ. അയാൾ വന്ന് ഭീഷണിപ്പെടുത്തി പോയത് എല്ലാവരെയും പൂട്ടിയിട്ട് ഈ വീട് കത്തിക്കുമെന്നാ. അതിന് പക്ഷേ സുധാകരൻ മാഷ് ഒരു വഴി കൊടുക്കില്ല. അതിനു മുന്നേ തന്നെ ഞാൻ ഇത് കത്തിച്ചോളാം എന്ന് മാഷ് പറയുമ്പോഴേക്കും കമല സങ്കടത്തോടെ മാഷെ എന്താ ഇതെന്ന് കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചെയ്തതിന് ആരും അനുഭവിക്കേണ്ടി വരില്ല. ഈ വീടാരും ഇടിച്ചു പൊളിക്കാനും പോകുന്നില്ല. വാസവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അത് തടഞ്ഞോളാം. ഇനിയിപ്പോ അതിന് കിട്ടാൻ പോകുന്നത് തൂക്കുകയറാണെങ്കിലും നിങ്ങളെ വഴിയാധാരമാക്കിയില്ലല്ലോ എന്ന സന്തോഷം എനിക്കുണ്ടാവും എന്ന് പറഞ്ഞ് വിക്രം പോകുമ്പോഴേക്കും കമലയും തന്റെ സങ്കടം അടക്കാനാവാതെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മാഷും ടെൻഷനോടെ അവിടുന്ന് തന്റെ റൂമിലെത്തി കഥകളെല്ലാം അടച്ച് കുറ്റിയിട്ടോണ്ട് തുറന്നിട്ട ജനലിനടുത്ത് വന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ കരയുന്നുണ്ട്. വിക്രവും ടെൻഷനോടെ തന്റെ കട്ടിലിൽ കിടക്കുമ്പോഴാണ് വേദ വിക്രമിന് കഴിക്കാനുള്ള ഫുഡുമായി അങ്ങോട്ടെത്തുന്നത്. അവളത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവന്റെ അടുത്തിട്ട കസേരയിലേക്ക് ഇരുന്നുണ്ട്. വന്ന് ഭക്ഷണം കഴിക്കുന്നു പറയുമ്പോഴേക്കും തനിക്ക് വേണ്ടെന്ന് വിക്രമും. കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ വിക്രം, അച്ഛന്റെ മാനസികാവസ്ഥ വിക്രം ഒന്ന് മനസ്സിലാക്കണം എന്ന് വേദ പറയുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സുണ്ട്, അവരവരുടേതായ പ്രശ്നങ്ങളുമുണ്ട്. ഒരു വീടാവുമ്പോൾ എല്ലാരെയും മനസ്സിലാക്കണം, അല്ലാതെ ഒരാൾക്ക് മാത്രം പ്രിവിലേജ് ഒന്നുമില്ലെന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ പ്രിവിലേജ് അനുഭവിച്ചത് വിക്രമാണെന്ന് പറയേണ്ടി വരും. വിക്രം ഉണ്ടാക്കുന്ന ഇഷ്യൂസിന് നേരെ ഈ വീട്ടിൽ അച്ഛനല്ലാതെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അമ്മയടക്കം ക്ലീൻ ഷീറ്റ് തന്ന് വളർത്തിയതിന്റെ ദോഷം വിക്രമിനുണ്ട്. ഒരിക്കൽ വർക്ക്ഷോപ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും അത് ലഭിക്കാത്ത കോടിക്കണക്കിന് ആളുകളെയാണെന്ന്. അന്നതിന് എന്നോട് സോറി പറഞ്ഞ വിക്രം ഇന്ന് വീണ്ടും അത് തന്നെ ചെയ്തു എന്ന് വേദ പറയുമ്പോഴേക്കും വിക്രം കട്ടിലിൽ നിന്ന് എണീറ്റുകൊണ്ട് ഞാൻ എപ്പോൾ എണീറ്റ് പോന്നത് എൻ്റെ അപ്പോഴത്തെ വിഷമം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ സംസാരിച്ചത് വിഷമം കൊണ്ട് തന്നെയല്ലേ വിക്രം എന്ന് വേദ ചോദിക്കുമ്പോൾ ശരിയാ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാനും വാസവനും തമ്മിലുള്ള ഇഷ്യൂ കൊണ്ടാ, അതെനിക്കറിയാം. അതെങ്ങനെ തീർക്കണമെന്നുള്ള ആലോചനയിലാ ഞാൻ. ആ സമയത്ത് ഇവരുടെ ദേഷ്യം മുഴുവൻ എന്നോട് തീർത്താൽ ഞാൻ എന്ത് ചെയ്യും? വിക്രം ചോദിക്കുമ്പോഴേക്കും അതിന് അച്ഛനെ കുറ്റപ്പെടുത്താവോ എന്നതാണ് എന്റെ ചോദ്യം എന്ന് വേദയും. ഒരു മനുഷ്യായുസ് കൊണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാ ഈ വീട്. ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് വീട് വിട്ടിറങ്ങിയെന്ന ഒറ്റ പേരിൽ അച്ഛൻ തള്ളി പറഞ്ഞപ്പോ സ്വന്തം തറവാട്ടിൽ നിന്ന് ഇന്നും ഒരു സഹായവും കൈപ്പറ്റാതെ ഭാര്യയും മക്കളെയും വളർത്തി വലുതാക്കിയ മനുഷ്യൻ. ജീവിതത്തിലെ ഏക സമ്പാദ്യം ഒരു ദിവസം രാവിലെ ബുൾഡൗസർ വന്ന് ഇടച്ചു നിർത്തുമെന്നറിയുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് വേദ പറയുമ്പോഴേക്കും അച്ഛൻ അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല വേദ, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അതിന്റെ പേരിൽ ആ വാസവന്റെ കാലു പിടിക്കാൻ ഞാൻ അച്ഛനെ വിടണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറാവില്ലെന്ന്. അതിന് പക്ഷേ ഇനിയും ചോര ചിന്താനാണ് ഭാവമെങ്കിൽ നിങ്ങൾ വീണ്ടും അച്ഛനെ തന്നെയാ തോൽപ്പിക്കുന്നത്. ആരുടെയെങ്കിലും ചോര കൊണ്ട് നിങ്ങൾ ഈ വീട് വീണ്ടെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ വീട്ടിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് നിങ്ങളുടെ അച്ഛൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് മനസ്സിരുത്തി നന്നായി ഒന്ന് ആലോചിക്കുക. ബാങ്ക് ജപ്തി എന്നത് ഒരു നിയമക്കുരുക്ക.
ഏത് നിയമക്കുരുക്കും അഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വഴിയുണ്ടാവും. അതുകൊണ്ട് ആദ്യം ഭക്ഷണം കഴിക്കേ, എന്നിട്ട് നമുക്ക് നാളെ പുലരുമ്പോൾ കാര്യമായിട്ട് ആലോചിക്കാം എന്ന് വേദ നിർബന്ധിക്കപ്പോഴേക്കും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ വേദ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എന്ന് വിക്രമൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഒരു നേരം പട്ടിണി കിടന്നുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ മറ്റൊരാളുണ്ട്, മക്കൾ ഒരു നേരം പട്ടിണി കിടന്ന അതോടെ ലോകം ഇടിഞ്ഞു വീഴും എന്ന് കരുതുന്നൊരമ്മ എന്ന് വേദ പറയുമ്പോഴേക്കും വിക്രത്തിനുള്ള ഫുഡുമായി കമലയും അങ്ങോട്ട് എത്തുന്നുണ്ട്. അവളുടെ സംസാരം കേട്ട് കമല അവിടെ പുറത്ത് ഒളിഞ്ഞു നിൽക്കുമ്പോഴേക്കും നിങ്ങൾ അത്താഴപ്പട്ടിണി കിടന്ന അമ്മയൊന്നും കഴിക്കില്ല, അതിനുള്ള ആരോഗ്യമൊന്നും നിങ്ങളുടെ പാവം അമ്മയ്ക്കില്ല. പാവം ദിവസം ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ആരോഗ്യം കൂടി വാശി പിടിച്ച് തകർക്കരുത്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനും നിങ്ങളുടേതായ നീതിയുണ്ടാവും. ആ നീതിയല്ല സമൂഹത്തിന്റെ നീതി. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഈ സമൂഹത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരനായി നിലകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വേദനിക്കുക. സ്വസ്ഥമായി ആഹാരം കഴിച്ച് കൃത്യമായി ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കുക. സഹകരണ ബാങ്കിന്റെ തീരുമാനം അവസാനത്തെ വഴിയൊന്നുമല്ല, അതിലും മീതെ എത്രയോ വാതിലുകളുണ്ടാവും എന്ന് വേദ പറയുമ്പോഴേക്കും നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച വഴികളുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ സമയം വൈകിക്കാനും നിയമലംഘനം നടത്താനും വാസവൻ എളുപ്പം എന്ന് വിക്രം പറയുമ്പോൾ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാലോ എന്ന് വേദയും. ഇപ്പൊ നിങ്ങളുടെ അമ്മ ഒന്നും കഴിക്കാതെ കരഞ്ഞിരിക്കാവും, ആ അമ്മയ്ക്ക് വേണ്ടി ഒരു ഉരുളെങ്കിലും ഒന്ന് കഴിച്ചൂടെ എന്ന് വേദ പറയുമ്പോഴേക്കും ഞാൻ കഴിച്ചെന്ന് നീ അമ്മയോട് ചെന്ന് പറയുമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. പറയാമെന്ന് വേദ സമ്മതിക്കുമ്പോഴേക്കും വിക്രം കസേര വലിച്ചിട്ട് സ്റ്റഡി ടേബിളിലിരുന്ന് വേദ കൊണ്ടുവച്ച ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇത് കാണുന്ന കമലയും സന്തോഷത്തോടെ താൻ കൊണ്ടുവന്ന ആഹാരവുമായി അവിടുന്ന് പോകുന്നുണ്ടേ. വിക്രം അപ്പോഴേക്കും വേദയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേദ, ഈ വീടൊരിക്കലും സഹകരണ ബാങ്കുകാർ കൊണ്ടുപോവില്ലെന്ന് നീ അമ്മയോടൊന്ന് പറയണം. അങ്ങനെ സംഭവിച്ചാൽ അതിനു മുന്നേ എന്റെ ജീവൻ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന വിക്രം തന്റെ കണ്ണു തുടയ്ക്കുമ്പോഴേക്കും വേദയ്ക്കും സങ്കടമാവുന്നുണ്ടേ. വിക്രം കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റുമായി അടുക്കളയിലെത്തുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ മൂടി വെച്ചിരിക്കുന്ന ഫുഡ് വേദ കാണുന്നത്. അമ്മയാണത് എടുത്തു വെച്ചതെന്ന ആലോചനയോടെ അവൾ അത് തുറന്നു നോക്കുന്നുണ്ട്. മാഷപ്പോഴും റൂമിൽ സങ്കടത്തോടെ ജനലും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പാ. കമലയും അവിടെ ബെഡിൽ തന്നെ ഇരിപ്പുണ്ട്. മാഷ് സങ്കടത്തോടെ ഇരിക്കുന്ന കമലയുടെ അരികിലേക്കായി വന്നിരുന്നുണ്ട്. നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ? എനിക്കറിയാം, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മൾ. കുറച്ചു നാളുകൾക്കുള്ളിൽ വെറും മൺകൂനയാവാനുള്ള സ്ഥലമാണല്ലോ ഈ വീടെന്നോർക്കുമ്പോ എന്ന് സങ്കടത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് നിനക്ക് ഈ വീടുണ്ടാക്കിയ കാലം ഓർമ്മയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ചോർന്നൊലിക്കുന്ന ഒരു വാടക വീടായിരുന്നു നമ്മുടേത്. അന്ന് നീ വിശ്വത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയം. രാത്രി മഴ പെയ്യുമ്പോൾ നമ്മള് ബക്കറ്റും പാത്രങ്ങളും ചുറ്റും നിരത്തി വെള്ളം പിടിക്കും. വീടിനകത്തും പുറത്തും മഴ. ചോർന്നൊലിക്കാത്തൊരു വീട് വേണമെന്നത് നമ്മുടെ വാശിയായിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ വെട്ടിച്ചുരുക്കി. വിശ്വത്തെ പ്രസവിച്ചു കിടന്നപ്പോ നല്ല ഭക്ഷണം പോലും നിനക്ക് വാങ്ങിത്തരാൻ വീടിന് വേണ്ടിയുള്ള നമ്മുടെ പിശുക്ക് സമ്മതിച്ചില്ല എന്ന് മാഷ് പറയണ കേട്ട് കമലയും സങ്കടത്തോടെ കരയുന്നുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു കമല, വാസവന്റെ കാലിൽ പോയി വീഴില്ലെന്ന് ഞാൻ വാശി പിടിച്ചത് എന്തിനാ? എല്ലാത്തിലും വലുതാണ് എന്റെ അഭിമാനമെന്ന ഈഗോ കാരണമല്ലേ? സത്യത്തിൽ അതിലും വലുതല്ലേ ഈ വീട് കമല? ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ വീട് കളഞ്ഞിട്ട് എന്ത് അഭിമാനമാ നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് മാഷ് പറയുമ്പോൾ മാഷ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കമലയും ചോദിക്കുന്നുണ്ട്. ഞാൻ നാളെ ആ MLA വാസവനെ ചെന്ന് കാണാൻ പോവുക എന്ന് മാഷ് പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ കമലാമ്മയും മാഷ് എന്ന് വിളിക്കുന്നുണ്ട്. അതെ, ഞാൻ തീരുമാനിച്ചു. അയാളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും തൽക്കാലം ഞാൻ ജപ്തി നീട്ടി വെപ്പിച്ചോളാം എന്ന് മാഷ് പറയുമ്പോൾ മാഷ് എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് കമലയും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ വീടും നിങ്ങൾക്കുമൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല എന്ന് മാഷ് പറയുമ്പോഴേക്കും മാഷ് ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും കാലം ആരുടെ മുന്നിലും തല കുനിക്കാതെ ജീവിച്ചിട്ട് ഇനി ഈ പ്രായത്തിൽ അത് വേണ്ട മാഷേ എന്ന് കമല വഴക്കു പറയുമ്പോഴേക്കും വേറെ മാർഗമില്ലല്ലോ കമലെ എന്ന് മാഷും ചോദിക്കുന്നുണ്ട്. അഭിമാനത്തിന്റെ പേരിൽ തെരുവിലിറങ്ങുന്നതിനേക്കാൾ സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് മാഷ് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മാഷിന് സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ അയാളെ ചെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം മാഷേ എന്ന് കമല പറയുമ്പോഴേക്കും നിന്നെ ഞാനതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് മാഷും ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ എന്തു വേണമെങ്കിലും സംഭവിക്കട്ടെ, ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം വന്നാ ഏതെങ്കിലും അമ്പലനടയിൽ പോയിരിക്കാം നമുക്ക്, അല്ലാതെ അയാളുടെ മുന്നിൽ മാഷ് തല കുനിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് കമലയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നീട് കിടന്നിട്ട് ഉറക്കം വരാതെ കട്ടിലിൽ എണീറ്റിരിക്കുന്ന വിക്രത്തെയാണ് കാണിക്കുന്നത്. വേദയും നിലത്ത് തന്നെ അവനെ നോക്കിക്കൊണ്ട് കിടപ്പുണ്ട്. വിക്രം അപ്പോഴേക്കും എന്തോ ആലോചിച്ചുകൊണ്ട് തന്റെ മൊബൈൽ എടുത്ത് രാജേട്ടനെ വിളിക്കുന്നുണ്ട്. ഹലോ രാജേട്ട, അയാൾ വിളിച്ചില്ലല്ലോ എന്ന് വിക്രം പറയുമ്പോ ഇനി നാളെ വിളിക്കുമായിരിക്കും, ഇനി വിളിച്ചാലും നീ നാളെ വരുമെന്ന് പറഞ്ഞാ മതി എന്ന് രാജേട്ടൻ പറയുമ്പോ 9 മണി ആയതല്ലേ ഉള്ളൂ,
ഇനി വിളിച്ചാലും പോവാമെന്ന് വിക്രവും പറയുന്നുണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, നേരെ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് രാജേട്ടനും. നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കോൾ വെക്കുന്നുണ്ടേ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വേദയും അവനെ നോക്കുമ്പോഴേക്കും വിക്രം എണീറ്റ് തന്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് റൂമിൽ നിൽക്കുമ്പോഴേക്കും വിക്രത്തിനൊരു കോൾ വരുന്നുണ്ട്. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വെക്കുന്നുണ്ടേ. വിക്രം പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോണ കണ്ട് വേദയും എണീറ്റ് നോക്കുമ്പോഴേക്കും വിക്രം തന്റെ ബൈക്കിൽ കയറുന്നുണ്ട്. നന്ദിനിയും ജനലിലൂടെ ഇത് നോക്കി നിൽക്കുമ്പോഴേക്കും വിക്രം തന്റെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ടേ. നന്ദിനി പെട്ടെന്ന് തന്നെ റൂമിനകത്ത് കയറി വാതിലടച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന വിനായകനെ വിളിച്ചുണർത്തി. വിനയേട്ടാ, ഇത്ര പെട്ടെന്ന് അങ്ങ് ഉറങ്ങിയൊന്ന് ചോദിക്കുന്നുണ്ട്. എന്താടി, ഞാൻ ഉണർന്നിരുന്നിട്ട് എന്താ കാര്യമെന്ന് വിനായകൻ ചോദിക്കുമ്പോഴേക്കും അത് ശരിയാ, നിങ്ങളുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് നന്ദിനിയും. ഇത് കേട്ട് വിനായകൻ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേക്കും ജപ്തിയും കഴിഞ്ഞിറങ്ങുമ്പോ അച്ഛന്റെ കൂടെ പോയി നിൽക്കാമെന്ന് കരുതുന്നുണ്ടോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും താൻ തറവാട്ടി പോയി നിൽക്കുമെന്ന് വിനായകനും. അതിന് നിങ്ങൾ അച്ഛൻ സമ്മതിക്കോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അച്ഛന്റെ സമ്മതം ആർക്ക് വേണമെന്ന് വിനായകൻ. അതും പറഞ്ഞങ്ങോട്ട് ചെല്ലേ. തറവാടിന്റെ താക്കോല് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അച്ഛമ്മ വരുന്നത് വരെ അത് പൂട്ടി തന്നെ കിടക്കുമെന്ന് എന്ന് നന്ദിനി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഈ അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് വിനായകനും. വലിയ അഭിമാനിയായി പോയില്ലേ. എനിക്ക് പ്രതീക്ഷ നിങ്ങളുടെ അനിയനില്ല എന്ന് നന്ദിനി പറയുമ്പോഴേക്കും അവൻ എന്തു ചെയ്യുമെന്ന് വിനായകനും ചോദിക്കുന്നുണ്ട്. ഇന്നവൻ പറഞ്ഞത് കേട്ടില്ലേ, ആ MLA കൊന്നിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കുമെന്ന് എന്ന് നന്ദിനി പറയുമ്പോഴേക്കും അതൊക്കെ പറച്ചിലല്ലേ നന്ദിനി, നടക്കുന്ന കാര്യം വല്ലതും ആണോ? ഇനി ആ MLA എന്തെങ്കിലും ചെയ്താൽ തന്നെ ബാങ്കുകാരെ ജപ്തി നടപടി നിർത്തിവെക്കോ എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. അഥവാ ഇനി അവൻ പോയത് അതിനാണെങ്കിലോ എന്ന് നന്ദിനി പറയണ കേട്ട് വിനായകൻ അന്തം വിട്ടിരിക്കണ കണ്ട് നിങ്ങളുടെ അനിയൻ എന്ന് നന്ദിനി പറയുമ്പോൾ മനസ്സിലായില്ലെന്ന് വിനായകനും. നിങ്ങളുടെ അനിയൻ ബൈക്കെടുത്ത് ഇവിടെ നിന്നിപ്പോ പുറത്തോട്ട് പോയിട്ടുണ്ട്. ആ പോക്ക് കണ്ടിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടാ. ഈശ്വര ഭഗവാനെ, അവന് നല്ല ബുദ്ധി തോന്നിച്ച് ആ MLA ഭീഷണിപ്പെടുത്തി ഈ ജിപ്തിയൊന്ന് അവസാനിപ്പിക്കണേ എന്നവൾ പ്രാർത്ഥനയോടെ നിൽക്കണ കണ്ട് എടി, അതിനവൻ പോയത് അയാളെ കാണാൻ തന്നെയാണോ എന്ന് വിനായകനും ചോദിക്കുന്നുണ്ട്. അതിനാവണേന്നാ തന്റെ പ്രാർത്ഥനയെന്ന് നന്ദിനി പറയുമ്പോഴേക്കും നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അയാൾക്ക് വലിയ സെറ്റപ്പ് ഒക്കെ ഉള്ളതാ, അവനൊന്നും കൂട്ടിയാ കൂടില്ലെന്ന് വിനായകനും പറയുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് വിക്രമിനെ കുറിച്ച് അറിയാത്തോണ്ടാണെന്ന് നന്ദിനി ഓർമ്മിപ്പിക്കുമ്പോ എടി, അയാൾ അവൻ എന്തെങ്കിലും ചെയ്താ പിന്നെ കേസ് വേറെയാ, ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വിനായകൻ പറയുമ്പോഴേക്കും ഈ വീടിന്റെ ജപ്തി മാറിക്കിട്ടിയ അവൻ ജയിലിലാണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവുന്നവരെ വാടക കൊടുക്കാതെ താമസിക്കാലോ. അവനെ കാത്തിരിക്കുന്ന ആ വേദ ഇവിടുന്ന് പോവുകയും ചെയ്യും എന്ന് നന്ദിനി പറയുമ്പോൾ ആങ്ങളെ ചത്താലും നാത്തുവിന്റെ കണ്ണിന് കണ്ടാ മതി അല്ലേടി എന്ന് വിനായകനും ചോദിക്കുന്നുണ്ട്. പിന്നീട് വാസവന്റെ അടുത്തേക്ക് എത്തുന്ന വിക്രത്തെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.